കോതമംഗലം താലൂക്കിലെ സ്കൂൾ വാഹനങ്ങളുടെ ആദ്യഘട്ട പരിശോധന പൂർത്തിയാക്കി. 150ഓളം വാഹനങ്ങൾ പരിശോധിച്ചതിൽ 46 വാഹനങ്ങൾ മടക്കി അയച്ചതായി അധികൃതർ അറിയിച്ചു. മോട്ടോർ വാഹന വകുപ്പിന്റെ സുരക്ഷാ സ്റ്റിക്കർ ഇല്ലാത്ത വാഹനങ്ങളെ കുട്ടികൾക്കായി സർവീസ് നടത്താൻ അനുവദിക്കില്ലെന്നും ലംഘിച്ചാൽ നടപടിയുണ്ടാകുമെന്നും അധികൃതർ വ്യക്തമാക്കി. കോതമംഗലം സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിന്റെ പരിധിയിലുള്ള സ്കൂളുകളുടെയും കോളേജുകളുടെയും വാഹനങ്ങളുടെ സുരക്ഷാ പരിശോധനയാണ് കോതമംഗലത്ത് നടന്നത്. ആകെ 150 വാഹനങ്ങളാണ് പരിശോധനയ്ക്കെത്തിയത്. നമ്മുടെ എന്തൊക്കെ സാധനങ്ങൾ വേണമെന്ന് ഗ്രൂപ്പിൽ ഇട്ട് കൊടുത്തു. ഇത്രയും പോരാട്ടോ, അതിനകത്ത് കുറച്ച് സാധനം അതെല്ലാം വെച്ചിട്ട് ഒന്നുകൂടി കാണിക്കണം. 46 വാഹനങ്ങൾ പരിശോധനയിൽ വിജയിച്ചില്ല. സ്പീഡ് ഗവർണർ പ്രവർത്തിപ്പിക്കാത്തതും ഹാൻഡ് ബ്രേക്ക്, പാർക്കിംഗ് ബ്രേക്ക് എന്നിവ പ്രവർത്തിക്കാത്തതും പ്ലാറ്റ്ഫോം തകരാറിലായതും ക്യാമറ ഘടിപ്പിക്കാത്തതും തുടങ്ങി വിവിധ കാരണങ്ങളാലാണ് ഇത്രയും വാഹനങ്ങൾ മടക്കി അയച്ചത്. പരിശോധനയിൽ വിജയിച്ച വാഹനങ്ങളിൽ സുരക്ഷാ സ്റ്റിക്കർ പതിപ്പിച്ചു. ഈ സ്റ്റിക്കറില്ലാത്ത വാഹനങ്ങൾ സർവീസ് നടത്തിയാൽ കർശന നടപടിയുണ്ടാകും. കുട്ടികളുടെ സുരക്ഷ മുൻനിർത്തിക്കൊണ്ട് എല്ലാ സ്കൂൾ ബസ്സുകളും നമ്മളൊന്ന് പരിശോധിച്ച് അതിൻ്റെ ഫിറ്റ്നസ്സുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് ഉറപ്പുവരുത്തി അതിനകത്ത് നമുക്ക് അനുയോജ്യമായ വാഹനങ്ങൾ നമുക്ക് അടുത്ത അധ്യയന വർഷത്തേക്ക് അപകടരഹിതമായ രീതിയിൽ സർവീസ് നടത്താം എന്ന് ഉറപ്പുള്ള വാഹനങ്ങൾക്ക് നമ്മൾ ഇവിടുന്ന് അത് എല്ലാ പരിശോധനയും കഴിഞ്ഞ് പൂർത്തിയാക്കിയ ശേഷം അതിൽ അനുയോജ്യമായ വാഹനങ്ങൾക്ക് നമ്മൾ അതിൻ്റെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഈ സുരക്ഷാ സ്റ്റിക്കർ നൽകും. ആ സുരക്ഷാ സ്റ്റിക്കർ നൽകുന്നത് വാഹനത്തിന് മുൻപിൽ തന്നെ അത് ഒട്ടിക്കണം. നമ്മൾ അടുത്ത അധ്യയന വർഷം നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ഇതിൻ്റെ എല്ലാ പരിശോധനകളും ഉണ്ടാവും. അപ്പോൾ എല്ലാ വാഹനങ്ങളിലും നമ്മളിതുപോലെ ഇത്തരത്തിൽ പരിശോധന പൂർത്തിയായ വാഹനങ്ങളാണെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സുരക്ഷാ സ്റ്റിക്കർ പതിക്കുന്നത്. ഇത്തരം സുരക്ഷാ സ്റ്റിക്കറിൽ പതിക്കാത്ത വാഹനങ്ങൾ നമുക്ക് സർവീസ് നടത്താൻ നമ്മൾ അനുവദിക്കുന്നില്ല. എന്തെങ്കിലും കാരണവശാൽ അങ്ങനെ നടത്തുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സ്കൂൾ അധികൃതർക്കെതിരെയും വാഹനങ്ങൾക്കെതിരെ നമ്മൾ നടപടി സ്വീകരിക്കും. വാഹനങ്ങളിലെ ഡ്രൈവർമാർക്കും ഡോർ അറ്റൻഡർമാർക്കും ബോധവൽക്കരണ ക്ലാസുകൾ നടത്തിയിരുന്നു. ഈ ക്ലാസ്സിൽ പങ്കെടുക്കാത്തവർക്കും അനുമതി നൽകില്ലെന്ന് അധികൃതർ അറിയിച്ചു. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഡ്രൈവർമാർക്കും ആയമാർക്കുമായിട്ട് നമ്മൾ വിശദീകരിച്ച് നൽകിയിട്ടുണ്ട്. അതിന് പ്രത്യേക ക്ലാസ് തന്നെയായിരുന്നു. അപ്പോൾ അതിനകത്ത് അവർക്ക് സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഡ്രൈവർമാർ ഈ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തതിന് ശേഷം അവരത് കൈവശം വെക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്, നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ഈ പറയുന്ന ബോധവൽക്കരണ ക്ലാസ് അറ്റൻഡ് ചെയ്യാത്ത ഡ്രൈവർമാരെ നമ്മൾ ഈ തരത്തിൽ ഈ വാഹനങ്ങൾ ഓടിക്കുന്നതിൽ നമ്മൾ ഒഴിവാക്കുന്നുണ്ട്. ജോയിന്റ് RTO സലീം വിജയകുമാർ, മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ KV റെജിമോൻ, NK ദീപു, അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ എബിൻ ഐസക്, അരുൺ K ശശിധരൻ, KD ദിനീഷ് കുമാർ എന്നിവരാണ് പരിശോധനയിൽ പങ്കെടുത്തത്. GTV ന്യൂസ്, കോതമംഗലം.